സൗണ്ട് ഉണ്ടാക്കാതെ. ഹലോ, അപ്പോൾ നമ്മൾ ഈറ്റാനഗറിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആയുഷിന്റെ ചിരി കണ്ടോ? ആയുഷ് ഭയങ്കര ഹാപ്പിയാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ. നമ്മൾ എന്നാ കഴിക്കാൻ പോകുന്നത്? ഒത്തിരി സാധനങ്ങൾ നമ്മൾ കഴിക്കും അല്ലേ? KFC കഴിക്കണോ? ഓക്കെ, KFC കഴിക്കാം. ഇവിടെ KFC ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ പല വെറൈറ്റി ഫുഡ് ഷോപ്സ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ കുറച്ച് കൊറിയൻ ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. എനിക്ക് സുഷി ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ കുറേ രാജസ്ഥാനി വെറൈറ്റി ഫുഡ്സ് ഒക്കെ കിട്ടും, അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കണ്ടു. സോ എന്തായാലും മസ്റ്റാണ് സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാം. ചെയ്യാൻ പാടില്ല. സോ നമുക്ക് പോവാം, കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെ കിട്ടുന്നു വയറ് നിറച്ചതൊക്കെ കഴിച്ച് നമുക്ക് വരാം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കാണുന്ന ബിക്കാനീർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇത് ചന്ദ്രനഗറിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബിക്കാനീർ. അപ്പോൾ ഇവിടെ രാജസ്ഥാനി വെറൈറ്റി കുറേ ഫുഡ്സൊക്കെ കിട്ടും, അതുപോലെ കുറേ ചാട്ട് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി ഞങ്ങൾ കച്ചോടി പാനിപ്പൂരിയൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എത്തിയതാണ്. ബട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, 11:30 ഒക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയില്ലേ, ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അവിടെ ഈറ്റാനഗറിൽ ഈ സെക്ടറിലേക്ക് ഞങ്ങൾ പോയി. ആൻഡ് അവിടെ പോയിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടായിരുന്നു, മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഒരു മസാല ദോശയൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, ഒരു മസാല ദോശയും പ്ലെയിൻ ദോശയും. അപ്പോൾ മസാല ദോശ ഒക്കെയാണ്. പിന്നെ എന്താ പറയുക, മസാല ദോശയുടെ കൂടെ സാമ്പാർ ഇവരുടെ ഒരു സ്റ്റൈൽ, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സാമ്പാറിന്. അതേപോലെ ചട്നി ആണെങ്കിലും മറ്റേ കടലയും അതുപോലെ തേങ്ങയും കൂടെ അരച്ച ചട്നിയൊക്കെയാണ്. പക്ഷെ ഓക്കെ ആയിരുന്നു. അവിടുത്തെ മാനേജർ ഓണറൊക്കെ മലയാളിയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് കൊറിയൻ ഫുഡാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വിവേക് വിഹാറിലാണ് ഉള്ളത്, വിവേക് വിഹാർ ചന്ദ്രനഗറിൽ DC ഓഫീസിനൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി കൊറിയൻ ഫുഡ് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെ കിട്ടുമെന്നൊന്നും അറിയില്ല, കൊറിയൻ ഫുഡ്സിനെ കുറിച്ച് വലിയ ധാരണയുമില്ല. ബട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സുഷി ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി, ഫുഡ് ഓർഡർ ചെയ്തത് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിബിൻബാബ് അങ്ങനെയാണ് അതിൽ മെനുവിൽ എഴുതിയിരുന്നത്. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല കേട്ടോ. ബിബിൻബാബ് എന്നാണ് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റിയത്. അതും പിന്നെ അതാ ഈ ഒക്ടോപ്പസും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ സുഷി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചിക്കൻ ബിംബാബ് ആദ്യം ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. മേളിൽ ഒരു ബുൾസൈ ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ ഇതാ കുറേ ചിക്കൻ ഉണ്ട്, ചിക്കൻ ഗ്രിൽഡ് പോലെ ചിക്കൻ ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്. എല്ലാത്തിലും സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ കുറച്ച് മുളപ്പിച്ച ചെറുപയറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് റൈസ് ട്രൈ ചെയ്ത് നോക്കാമേ. റൈസ് കുറച്ച് സ്റ്റിക്കിയാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് പീനട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്രഞ്ചസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പീനട്ടിൻ്റെ. പിന്നെ ചിക്കൻ ഓൾസോ നോർമൽ നമ്മൾ സോസ് ആഡ് ചെയ്ത് കഴിഞ്ഞ ചിക്കനില്ല. പക്ഷേ ചിക്കൻ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ, ടേസ്റ്റുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ക്യാപ്സിക്കമാണ്. ആൻഡ് ഇവിടെ കുറച്ച് നമ്മുടെ മുളപ്പിച്ച ചെറുപയറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കഴിച്ച് നോക്കുന്നില്ല. ദെൻ ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തോ ഒരു കറുത്ത സാധനം, എന്തോ ലേഖ്യം കഴിക്കുന്ന പോലെ ഉണ്ട്.
നമ്മൾ ഈ ഓർഡർ ചെയ്ത ചിക്കൻ ബിബിംബാബ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആ ഒരു വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ എമ്മി, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു പീനട്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ്, പിന്നെ അതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്ന സോസൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്, ചിക്കൻ ബിബിംബാബ്. ഇനി നമുക്ക് സുഷി ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത് ചിക്കൻ കിംബാബ്. ഇതിൽ സ്റ്റിക്കി റൈസ് സീവീഡിൽ പൊതിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ സ്റ്റിക്കി റൈസ് വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടിപ്പോവാണ്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീവീഡിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ പുറത്തൊരു ഇല പോലെ ഇരിക്കുന്നില്ല, സീവീഡാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് ജസ്റ്റ് ഒരാഗ്രഹത്തിനൊക്കെ കഴിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മേ ബി കഴിക്കില്ലായിരിക്കും. ഭയങ്കര സ്റ്റിക്കി റൈസ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. റൈസ് നല്ല സ്റ്റിക്കി കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തൊരു ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഉറ ഫുള്ളായിട്ടല്ലേ വായി വെച്ചത്, അതുകൊണ്ട് സ്റ്റിക്കിയാണ്, നമുക്ക് വാ തുറക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഭയങ്കര രുചിയെന്നൊന്നുമല്ല, ബട്ട് ഓക്കെ, കഴിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഒക്ടോപ്പസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് ബാർബിക്യൂ ഫ്രൈഡ് ഒക്ടോപ്പസ് ആണ്. ഇതിലും കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, കുറേ വെജീസൊക്കെ ഉണ്ട്. സോ ഒക്ടോപ്പസ്. This is really yummy. അപ്പോൾ ഇവിടെ ട്രൈ ചെയ്ത ചിക്കൻ ബിബിംബാബും അതേപോലെ തന്നെ ഒക്ടോപ്പസ്, ബാർബിക്യൂ ഫ്രൈഡ് ഒക്ടോപ്പസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടിനും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇതാണ് റിയൽ കൊറിയൻ ടേസ്റ്റ് എന്ന്. ഇവർ കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിനും കൂടെ പറ്റുന്ന രീതിയിലും കൂടെ ആക്കി എടുത്തിരിക്കുന്ന ഒരു വേർഷനാണെന്ന് തോന്നുന്നുണ്ട് ഇത്. എന്തായാലും ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സുഷി ട്രൈ ചെയ്തില്ലേ, അതിന് ചിക്കൻ കിംബാബ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ആ സീവീഡ് ഉള്ളതുകൊണ്ട് ആ സീവീഡിൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ആ ട്രൈ ചെയ്തത് മാത്രമേ ഉള്ളൂ, പിന്നീട് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ആൻഡ് ഇതാണോ ഇതിൻ്റെ റിയൽ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. നമ്മൾ ട്രൈ ചെയ്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഈ ഒരു സുഷി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കൊറിയൻ ഫുഡ് ട്രൈ ചെയ്ത റെസ്റ്റോറൻറ്റ് ഇറ്റാനഗറിൽ ചന്ദ്രനഗറിലാണ് ഉള്ളത്. ഫുഡ് ഫെസ്റ്റ് എന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈവനിങ് എന്ന് പറയുന്നത് ഈവനിങ് അല്ലാട്ടോ, ഒരു 7:30 ഒക്കെ ആയ ടൈമിൽ നമ്മൾ ഇറ്റാനഗർ ഈ സെക്ടറിൽ ഒരു ചാറ്റ് ഷോപ്പിൽ നിന്ന് കുറച്ച് ചാറ്റ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിരുന്നത് ഒരു പാപ്പടി ചാട്ടും അതുപോലെ തന്നെ ഫ്രൈഡ് മോമോ വിത്ത് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് മോമോ ആണ് ട്രൈ ചെയ്തിരുന്നത്. ഇതിൽ പപ്പടി ചാറ്റ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. തൈരും അതുപോലെ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ആ ഒരു മാതള നാരങ്ങയും അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ട് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് മല്ലി പുതിന ചട്നി ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ചട്നിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം പുളിയും മധുരവും എരിവും എല്ലാം കൂടി ഉള്ളൊരു ടേസ്റ്റായിരുന്നു. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റില്ലേ, അത്ര അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കിതാ ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഇത് കാണുമ്പോൾ വൈന്ന് വെള്ളം വരുന്നു. കേട്ടിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളിയാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ തൈരിലുണ്ടല്ലോ അവർ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ തൈരിൻ്റെ പുളിയും മധുരവും എല്ലാം കൂടെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മറ്റേ പുതിന ചട്നിയുണ്ട്, മല്ലി പുതിനയൊക്കെ ചട്നിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഹണി ചില്ലി മോമോസാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
നമുക്ക് മോമോ ഈ ഗ്രേവി ആയിട്ട് കഴിച്ച് നോക്കാം. ഈ ഹണി ചില്ലി മോമോ ഉണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ കഴിച്ച് നോക്കാം. ഇതിന് ശരിക്കും ഒരു മോമോയുടെ ടേസ്റ്റിനെക്കാട്ടിലും ഈ ഒരു ഗ്രേവിയിൽ ഒക്കെ കൂടുതൽ ഒരു മഞ്ചൂരിയൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മോമോയെക്കാട്ടിലും എന്താ പറയുക ടേസ്റ്റ് കിട്ടുന്നത് മഞ്ചൂരിയൻ്റെ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി മോമോ ഫ്രൈഡ് ആണെങ്കിലും സ്റ്റീംഡ് ആണെങ്കിലും വെറുതെ ആ ഒരു മോമോ കഴിക്കുന്ന ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റാനഗറിൽ നിന്നുള്ള ഫുഡ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.